عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാന്യരായ വേദിയുടെ അധ്യക്ഷൻ എൻ്റെ വന്യഗുരു ഡോക്ടർ ബഹഉദ്ദീൻ ഉസ്താദ് അവറുകളെ, സ്റ്റേജിലിരിക്കുന്ന എൻ്റെ ആത്മീയ ഗുരുക്കന്മാരെ, സദസ്സിലും ചുറ്റുപാടുമായി ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മൈനോറിറ്റി കോൺഫറൻസിന്റെ ഏകദേശം അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ വളരെ പ്രഗത്ഭരായ ആളുകൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ദീർഘമായ ഒരു പ്രഭാഷണത്തിന് കാത്തു നിൽക്കാതെ തിരിച്ചു പോകുവാനുള്ളവരാണ് നിങ്ങളൊക്കെ എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഏതാനും ചില കാര്യങ്ങളിൽ എന്റെ വാക്കുകൾ ഒതുക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാ കാലങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും കാണാൻ സാധിച്ച ഒരു പ്രതിഭാസമായിരുന്നു. ഇന്നും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ മേഖലകളിൽ നിരന്തരമായ അടിച്ചമർത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഭാഷ, മത ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അതിമനോഹരമായ സംവിധാനങ്ങളോട് ജീവിച്ച ഒരു ചരിത്രം അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട വ്യവസ്ഥാപിതമായ ഭരണകൂടങ്ങൾക്ക് കീഴിലായിരുന്നു എന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങി ഉമർ റളിയല്ലാഹു തആല അൻഹുവിലൂടെ കടന്നുവന്ന് അവസാനം ലോക സമൂഹത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സംവിധാനം ഒരുക്കി മില്ലത്ത് സിസ്റ്റം എന്ന ഒരു ഭരണ സംവിധാനം ലോകത്തിന് പ്രദാനം ചെയ്ത ഉസ്മാനിയ തുർക്കികളിലൂടെ നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ ആ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ച സർവ്വസ്വാതന്ത്ര്യങ്ങളായിരുന്നു പലപ്പോഴും ആ രാജ്യം നേരിടുത്ത പ്രതിസന്ധികൾ എന്നുകൂടി നമുക്ക് കൂട്ടിവായിക്കാൻ കഴിയും. ഉസ്മാനിയ ഖിലാഫത്തിന്റെ തകർച്ചയെക്കുറിച്ച് പറയപ്പെടുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിന്റെ അവസാന കാലഘട്ടങ്ങളായപ്പോൾ ക്രിസ്ത്യൻ ജൂത ന്യൂനപക്ഷങ്ങൾക്ക് ഭരണാധികാരികൾ നൽകിയിട്ടുള്ള ഫ്രീഡം ഓഫ് ഒപ്പീനിയനെ കുറിച്ചായിരുന്നു എന്ന്
ചരിത്രം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത, അവരുടെ മൗലികമായ അവകാശങ്ങൾക്ക് മാന്യമായ പരിഗണന കൊടുത്ത രാഷ്ട്ര സംവിധാനങ്ങളും ഭരണഘടനയും നിയമവ്യവസ്ഥയും രൂപീകരിച്ച മുസ്ലിം സമൂഹമാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന, ഏതൊക്കെ രാജ്യങ്ങളിലായിരുന്നാലും പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷം എന്ന ദുഃഖകരമായ പരമാർത്ഥത്തെ ആമുഖമായിട്ട് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ത്യയുടെ മാത്രം അവസ്ഥയല്ല മുസ്ലിം ന്യൂനപക്ഷം നേരിടുന്ന പ്രതിസന്ധികൾ. ലോകത്ത് ഇതുപോലെ മറ്റ് പല രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണ് ലോകത്ത് ഈ രീതിയിൽ അടിച്ചമർത്തപ്പെടുന്ന ന്യൂനപക്ഷം എന്ന് ആരെയും ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് മുസ്ലിം ന്യൂനപക്ഷം ലോകത്തെല്ലായിടത്തും ന്യൂനപക്ഷമായി എവിടെയൊക്കെ നിൽക്കുന്നുവോ അവിടെയൊക്കെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രം അതിവിശാലമായ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ കിടക്കുന്ന ആ ചരിത്രം മുസ്ലിം ന്യൂനപക്ഷം ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾക്കോ അവരുടെ പ്രശ്നങ്ങൾക്കോ അവരുടെ ബുദ്ധിമുട്ടുകൾക്കോ അവരുടെ ചരിത്രം ഒരു കാരണമായിരുന്നില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തങ്ങളിൽ കിടന്ന സന്ദർഭങ്ങളിൽ രാജ്യത്തിന് അധികാരം നടത്തിക്കൊണ്ടിരുന്നത് ഒരു കാലത്ത് മുസ്ലിങ്ങളായിരുന്നു. അവരുടെ കയ്യിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ചെടുത്തത്. സ്വാഭാവികമായി മുസ്ലിം സമൂഹം അതുവരെ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ സൗകര്യങ്ങളും നിഷേധിക്കപ്പെടുന്നു. മാത്രമല്ല, ദേശീയ ഭാഷയായി ഔദ്യോഗിക ഭാഷയായി പരിഗണിക്കപ്പെട്ടിരുന്നത് അതുവരെ പേർഷ്യനായിരുന്നു. ഇന്ത്യ രാജ്യത്ത് പേർഷ്യൻ ഭാഷ ഭരണരംഗങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം മാറിവരികയും ഇംഗ്ലീഷ് ഭാഷ ഭരണഭാഷയായി മാറുകയും ചെയ്തപ്പോൾ മുസ്ലിം സമൂഹത്തിന് അതുണ്ടാക്കിയെടുത്ത നഷ്ടങ്ങൾ ഇന്നും നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാ ശില്പികൾ ഒരുമിച്ച് കൂടിയിരുന്ന് നമ്മുടെ ഭരണഘടന രൂപീകരിക്കാനുള്ള നേതൃത്വം കൊടുക്കുകയും സർദാർ വല്ലഭായ് പട്ടേലും ബി.ആർ. അംബേദ്കറും രാജഗോപാലാചാര്യയുമൊക്കെ നീണ്ട ചർച്ചകളും ഗവേഷണങ്ങളും നടത്തി നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ രൂപം കൊടുത്ത ഭരണഘടനയിൽ മൗലികമായ അവകാശങ്ങൾ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകപ്പെടേണ്ടതുണ്ട് എന്ന് വളരെ ഗൗരവത്തോടുകൂടി പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യ രാജ്യത്ത് നിയമത്തിന്റെയും ദൈവത്തിന്റെയും മുമ്പിൽ മനുഷ്യരെല്ലാവരും ഒന്നായിരിക്കണമെന്ന് പറയുന്ന അമേരിക്കൻ ഭരണഘടന അപ്പാടെ ചേർത്തുകൊണ്ടാണ് ഇന്ത്യന്റെ ഭരണഘടന തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം മൗലികാവകാശങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് വിശദീകരിച്ചതിന് ശേഷം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വിശദീകരിച്ചതിന് ശേഷം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുവാൻ ഭരണഘടനാ വിദഗ്ധന്മാർ മുന്നോട്ട് വന്നു. പക്ഷെ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ന്യൂനപക്ഷം എന്നതിനെക്കുറിച്ച് ഈ ഇന്ത്യയുടെ ഭരണഘടനയിൽ എവിടെയും പരാമർശിക്കുന്നില്ല എന്ന ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ആ സന്ദർഭത്തിൽ നടക്കുകയുണ്ടായി. സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രഗത്ഭരായ ഒരുപാട് ഭരണഘടനാ വിദഗ്ധന്മാർ ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് വിഷയമായി ചർച്ച നടത്തിയപ്പോൾ ന്യൂനപക്ഷം എന്ന ഒരു വാക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന രീതിയിലുള്ള പരാമർശമുണ്ടായപ്പോൾ, ആരാണ് ന്യൂനപക്ഷം എന്ന രീതിയിലുള്ള ചർച്ചയുണ്ടായപ്പോൾ, ക്ലാസ് എന്ന് പറയുന്ന പദം മതി എന്ന രീതിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ മുന്നോട്ട് വെച്ച അഭിപ്രായം സ്വീകരിക്കപ്പെടുകയും ഇന്ന് ഭരണഘടനയിൽ ക്ലാസ് എന്ന രീതിയിലാണ് ഈ പറയപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ ജനവിഭാഗങ്ങളും കടന്നുവരികയും ചെയ്യുന്നത്. സത്യത്തിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും മൂലകാരണം അവിടേക്കാണ് കടന്നുപോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്ത് തന്നെ ബി.ആർ. അംബേദ്കറിനെ പോലെയുള്ള ആളുകൾ റിസർവേഷനുമായി ബന്ധപ്പെട്ട് നീണ്ട ചർച്ചകൾ നടന്നു. അംബേദ്കർ പറഞ്ഞു, റിസർവേഷൻ ഒരിക്കലും നമുക്ക് കോടതികളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭരണകൂടത്തിന്റെ ഔദാര്യങ്ങളിലേക്കോ ഒരിക്കലും വെച്ചുകൊടുക്കാൻ പാടില്ല. മറിച്ച് റിസർവേഷൻ ഭരണഘടനയുടെ ഭാഗമാക്കി ഒരു കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തവണ്ണം റിസർവേഷൻ ന്യൂനപക്ഷങ്ങൾക്ക് നൽകപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ
അതിശക്തമായ അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് പാസാക്കാൻ അവിടെയുണ്ടായിരുന്ന പ്രഗത്ഭരായ നിയമ വിദഗ്ധന്മാർ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു എന്നത് തുടക്കത്തിലെ ഈ വിഷയത്തിൽ നമുക്ക് നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഫ്രാങ്ക് ആന്റണി എന്ന് പറയുന്ന ആ കൂട്ടത്തിലെ ഒരു നിയമ വിശാരദൻ അവിടെ വെച്ച് പറഞ്ഞു, ഒരുപക്ഷെ സർദാർ വല്ലഭായ് പട്ടേൽ അങ്ങയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അങ്ങ് മുന്നോട്ട് വെക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാടായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് വലിയ സംശയങ്ങളുണ്ട്. ഇന്നത്തെ ഭരണാധികാരികൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിച്ചേക്കാം. അദ്ദേഹം പറഞ്ഞു, ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ ന്യൂനപക്ഷങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ലാസിന് സംവരണം കൊടുക്കണം എന്ന രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. എല്ലാ പിന്നാക്ക വിഭാഗങ്ങൾക്കും സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ചകൾ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ അവസാനം വല്ലഭായ് പട്ടേൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ഭരണഘടനയിൽ റിസർവേഷൻ മുന്നോട്ട് വെക്കുന്ന ഈ സമയത്ത് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ സത്യത്തിൽ ന്യൂനപക്ഷത്തിന് വേണ്ടി, പ്രത്യേകിച്ച് രാജ്യത്തുള്ള മുസ്ലിങ്ങളും സിഖുകാരും ഉദ്ധമധാരിയായികളുമൊക്കെയായുള്ള ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിഡ്ഢികളല്ല രാജ്യം ഭരിക്കാൻ പോകുന്ന ഈ രാജ്യത്തെ ആളുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, കാലം ഒരുപാട് കഴിഞ്ഞുപോയി. മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടന്ന സന്ദർഭത്തിൽ 1980 അവസാനം ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന വളരെ പ്രസിദ്ധമായ ഒരു ചർച്ചയിൽ ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരൻ പോലും പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ക്ലാസ് എന്ന് പറയുന്ന ഭരണഘടനയിലെ പരാമർശത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടുന്നില്ല എന്ന രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണഘടനാപരമായി തന്നെ ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയൂവെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന റിപ്പബ്ലിക്കായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യം. ഈ രാജ്യത്ത് ഏകദേശം 10,000 വർഷക്കാലത്തെ ജാതീയമായ വേർതിരിവിന്റെ എല്ലാ തിക്തഫലങ്ങളും അനുഭവിച്ച ഒരു സമൂഹമായിരുന്നു അതുവരെ ഇന്ത്യയിൽ ജീവിച്ചു വന്നിരുന്നത്. ആ ഇന്ത്യ രാജ്യത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തികളുടെ തുല്യതാവകാശത്തിന്റെ മുകളിൽ എടുക്കപ്പെടുന്ന ഒരു നിയമവ്യവസ്ഥിതിയാണ്. വ്യക്തികൾക്ക് തുല്യമായ അവകാശങ്ങൾ നൽകപ്പെടണം, തുല്യമായ അവകാശങ്ങളും അവസരങ്ങളും നൽകപ്പെടണം, തുല്യമായി വിദ്യാഭ്യാസം നൽകപ്പെടണം, തുല്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം, തുല്യമായ നീതി നൽകപ്പെടണം. എന്നാൽ ജാതീയമായ വ്യവസ്ഥിതിയിൽ ഈ പറയപ്പെടുന്ന വ്യക്തികളുടെ തുല്യാവകാശങ്ങൾക്ക് പ്രാതിനിധ്യമില്ല. ഈ പറയപ്പെടുന്ന വ്യക്തികളുടെ തൊഴിലവസരങ്ങൾക്കോ നീതിക്കോ പ്രാതിനിധ്യമില്ല. മറിച്ച് അത് ചില പ്രത്യേകമായ വിഭാഗങ്ങളുടെ സമത്വത്തിന് എതിരായിട്ടുള്ള കൺസെപ്റ്റാണ് നമുക്ക് മുന്നിൽ വെക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ രീതിയിൽ ജാതി വ്യവസ്ഥിതി 3000 വർഷക്കാലം ഭരിച്ച ഇന്ത്യ രാജ്യത്ത് ആ ജാതി വ്യവസ്ഥിതിയുടെ അനുരണനങ്ങളാണ് ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ന്യൂനപക്ഷ സംരംഭങ്ങളും ന്യൂനപക്ഷ പോളിസികളും നടപ്പിലാക്കപ്പെടുമ്പോൾ അതിനേറൊക്കെ ശബ്ദം മുഴക്കുകയും അത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അവർ കായികമായിട്ട് നൽകപ്പെടുന്നു എന്ന രീതിയിലുള്ള പരാമർശങ്ങളും വരുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് പിന്നിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ അതീശത്വ മനോഭാവവും ആ സുപ്രീമസിയുടെ മനോഭാവവുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് കാലമായി ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഒരുപാട് കാലമായി പിന്നാക്ക വിഭാഗമായ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരമുണ്ടാക്കാത്തത് എന്നതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ളത്. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ എല്ലാ രീതിയിലും പീഡിപ്പിക്കപ്പെടുകയും പിന്നാക്കം നിൽക്കുകയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിൽ ആർക്കും രണ്ടഭിപ്രായമില്ല. കമ്മീഷനുകൾ മുഴുവനും അത് തെളിയിച്ചു. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ കാക്കാ കലേക്കർ കമ്മീഷൻ തെളിയിച്ചു, മണ്ഡൽ കമ്മീഷൻ തെളിയിച്ചു, സച്ചാർ കമ്മീഷൻ തെളിയിച്ചു, രംഗനാഥ മിശ്ര കമ്മീഷൻ തെളിയിച്ചു, കേരളത്തിൽ നരേന്ദ്ര കമ്മീഷൻ തെളിയിച്ചു. എല്ലാ കമ്മീഷനുകളും വളരെ വ്യക്തമായി പറയുന്ന ഈ കാര്യങ്ങൾക്ക് എന്താണ് ക്രിയാത്മകമായിട്ടുള്ള പരിഹാരം? ആ പരിഹാരങ്ങളെക്കുറിച്ച് രണ്ട് രീതിയിൽ നിങ്ങളുമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായി ന്യൂനപക്ഷങ്ങൾക്കുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഭരണഘടനാ രംഗത്ത് നിൽക്കുന്ന ആളുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ആവശ്യമാണ്. രണ്ടാമതായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ക്രിയാത്മകമായ ഇടപെടലുകളാണ്. എന്നാൽ ഒന്നാമത്തെ വിഷയം നമുക്കറിയാം, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഭരണഘടനയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ
ജനാധിപത്യ സംവിധാനത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിട്ടുള്ള രണ്ട് സംവിധാനങ്ങളുണ്ട്. ഒന്ന് ജനാധിപത്യവും മറ്റൊന്ന് മതേതരത്വവും. ആ രണ്ട് സംവിധാനങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന്റെ രീതിയിൽ ഭരണകർത്താക്കളാണ് മുന്നോട്ട് വെക്കേണ്ടത്. പോളിസികൾ നിർമ്മിക്കേണ്ടത്, പോളിസികൾ ഡിസൈൻ ചെയ്യുകയും അത് വ്യവസ്ഥാപിതമായി ന്യൂനപക്ഷങ്ങളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ബാധ്യത ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കളൊക്കെയാണ്. പലപ്പോഴും വോട്ടുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അനപലീഷണീയമായ ഈ പ്രവണതയെ പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന പല പോളിസികളും പലപ്പോഴും മുന്നാക്ക വിഭാഗക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും അവർ കൂടുതൽ മുന്നോട്ട് വരുവാനും കാരണമായിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൈനോറിറ്റി ഓറിയന്റഡ് പ്രോഗ്രാംസ് ഒരുപാട് കാലങ്ങളായി ഇന്ത്യയിൽ നടന്നു വരുന്നുണ്ട്. പക്ഷെ പല രീതിയിലും സച്ചാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങൾ പോലും നടപ്പിലാക്കുവാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഫണ്ടുകൾ അനുവദിക്കുന്നിടത്ത് ആ ഫണ്ടുകൾ അതിന്റേതായ രീതിയിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്തുന്നിടത്തൊക്കെ വലിയ പാളിച്ചകളാണ് നമ്മുടെ ഭരണരംഗത്തുള്ളത്. ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ ഒരിക്കലും ഭരണ സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഓരോ ന്യൂനപക്ഷ സമുദായങ്ങളും പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടത് വളരെ അനിവാര്യമായ ഒരു സന്ദർഭമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രത്യേക ആനുകൂല്യങ്ങളുമൊക്കെ അത് വിമർശിക്കുവാനും അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെയും രാഷ്ട്രീയ പാർട്ടികളെയും അവർ മുന്നോട്ട് വെക്കുന്ന സംവിധാനങ്ങളെയും ഒക്കെ വിമർശിക്കുവാൻ പല ആളുകളും മുന്നോട്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ന്യൂനപക്ഷം മറ്റാരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു കാലമാണിന്ന്. അറിയുമല്ലോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്ത് 29ാമത്തെ സംസ്ഥാനം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ടു. ഈ 29 സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചാലും ന്യൂനപക്ഷങ്ങൾ ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാണ് എന്നത് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയുവാൻ കഴിയും. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ കേരളത്തിന് മുസ്ലിം സമൂഹം എല്ലാം നേടിയെടുത്തുവെന്ന് ആരെയും ബോധ്യപ്പെടുത്തുവാനോ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുവാനോ അല്ല ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. മറിച്ച് മുസ്ലിം സമുദായം മറ്റു പ്രദേശങ്ങളിൽ ജീവിക്കുന്നതിനേക്കാളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം മനോഹരമായി ഇന്റേണൽ സെക്യൂരിറ്റിയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്താണ് ഒരു സമൂഹത്തിന്റെ പുരോഗമനത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹം വളർന്നു വരുന്നു എന്നതിന്റെ തെളിവായി ലോകമെടുത്തിട്ടുള്ളത്? ഒരുപാട് കാലങ്ങളായി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം അനുസരിച്ചായിരുന്നു കാലങ്ങളായി സമൂഹത്തിന്റെ വളർച്ചാ നിരക്കിനെ ആളുകൾ അളന്നുകൊണ്ടിരുന്നത്, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും. എന്നാൽ ഇന്ന് ആ ഒരു സംവിധാനം മാറ്റിവെച്ച് മെഹബൂബുൽ ലഖി എന്ന പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ സിദ്ധാന്തമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായി 5-6 കാര്യങ്ങളിലുള്ള മനുഷ്യന്റെ ആക്സസിനെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പുരോഗമനത്തിന്റെ മാനദണ്ഡങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. ഒന്നാമതായി ആക്സസ് ടു ഇന്റേണൽ സെക്യൂരിറ്റി, ആഭ്യന്തര സുരക്ഷ എത്രമാത്രം ആ ജനങ്ങൾക്ക് ലഭിക്കുന്നുവെന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ രാജ്യത്ത് നൽകപ്പെടുന്ന സെക്യൂരിറ്റിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ലോകത്ത് എവിടെയും നൽകപ്പെടുന്നതിനേക്കാൾ മനോഹരമായ സെക്യൂരിറ്റി നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അത് ഭരണകൂടങ്ങളുടെ ഫലമല്ല എന്ന് വളരെ വ്യക്തമായ കൃത്യമായ തിരിച്ചറിവുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടങ്ങൾ നമുക്ക് നൽകിയ സംവിധാനത്തിന്റെ അനുഗ്രഹമല്ല എന്ന് തിരിച്ചറിയുവാൻ കേരളത്തിന്റെ പശ്ചിമഘട്ടം കടന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടങ്ങളിലുമുണ്ടല്ലോ ഈ സംവിധാനങ്ങൾ, അവിടെയുമുണ്ടല്ലോ ഈ പോലീസുമാരും ഈ പറയുന്ന ജുഡീഷ്യറിയുമൊക്കെ. പക്ഷേ അവിടങ്ങളിൽ നൽകപ്പെടാത്ത ഇന്റേണൽ സെക്യൂരിറ്റി സംവിധാനിച്ചെടുക്കുവാൻ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന് സാധിച്ചത് പണ്ഡിതന്മാരുടെ ഉന്നതമായ നേതൃത്വം കൊണ്ടും നമ്മുടെ പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ച മതസൗഹാർദ്ദം, ഹാർമോണിയസ് കൾച്ചർ എന്ന് പറയുന്ന ആ സൗഹൃദമായ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയെടുക്കാൻ സാധിച്ചതുകൊണ്ടാണ്. ഇവിടെ പാണക്കാട് സാദാത്തുമാരും സമസ്ത കേരള ജംഇയ്യത്തുൽ സംഘടിത രാഷ്ട്രീയ ശക്തിയുമൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ സൗഹൃദാന്തരീക്ഷം രാജ്യത്ത് മുഴുവനും നടപ്പിലാക്കാൻ സാധിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനോഹരമായ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും ഇൻഫ്രാസ്ട്രക്ചർ വളർത്തിക്കൊണ്ടുവരുവാനും അഭിമാനത്തോടുകൂടി മുസ്ലിമാണ് എന്ന് പറയുവാനുമുള്ള ഒരു
സംവിധാനം രാജ്യത്തിന്റെ ഏത് ഭാഗത്തും ഉണ്ടാക്കാൻ കഴിയുമെന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഇന്നത്തെ അവസ്ഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ഹാർമോണിയസ് കൾച്ചറിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അതുണ്ടാകണമെങ്കിൽ, ഹാർമോണിയസ് കൾച്ചർ ഉണ്ടാകണമെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉണ്ടാകണം. ലീഡർഷിപ്പിനെ ബഹുമാനിക്കുന്ന സമൂഹം ഉണ്ടാകണം. നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ലീഡർഷിപ്പിനെ ബഹുമാനിക്കുന്ന ഒരു സമൂഹവും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു ലീഡർഷിപ്പും. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഈ രീതിയിലുള്ള ഒരു സുരക്ഷയൊരുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഇവിടെ വളർന്നു വരുന്ന എല്ലാ വർഗീയ വിധ്വംസക ചിന്താശക്തികൾക്കും ഈ ഒരു ലീഡർഷിപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും തകർന്ന് തരിപ്പണമാകുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു ജനതയുടെയോ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെയോ സുരക്ഷിതത്വം മാത്രമല്ല എന്ന് തിരിച്ചറിയുവാനുള്ള സാമാന്യ ബുദ്ധി ഈ രാജ്യത്തെ വിധ്വംസക ശക്തികൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് അവരുടെ കൂടി നിലനിൽപ്പിന് അനിവാര്യമായിരിക്കുമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം, ന്യൂനപക്ഷത്തിന്റെ പുരോഗതിയുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ആക്സസ് ടു ഫുഡ് സെക്യൂരിറ്റി എന്നതാണ്. ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇന്ത്യ രാജ്യത്തും ഇന്ന് പരിശോധിച്ചു നോക്കിയാൽ ബിലോ പോവർട്ടി ലൈൻ എന്ന് പറയുന്ന ആ ഒരു പോവർട്ടി ലൈനിന്റെ താഴെ വലിയൊരു ശതമാനം ഇപ്പോഴും ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആ ഒരു പരിധിയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുവെന്നത് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാൻ കഴിയും. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ സമൂഹം ശ്രദ്ധിക്കേണ്ട അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രഭാഷകന്മാരും പറഞ്ഞു വിദ്യാഭ്യാസമാണ്. എഡ്യൂക്കേഷണൽ എംപവർമെന്റ് എന്നത് ഒരു സമൂഹത്തിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവും ഒക്കെയായിട്ടുള്ള ഘടനയുടെ ആണിക്കല്ലായിട്ടാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാടുകളിൽ എല്ലാ വിദ്യാഭ്യാസങ്ങൾക്കും വലിയ പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നു. ദാറുൽ ഹുദയുടെ മോഡലിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനം പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഗവൺമെന്റുകൾ മുന്നോട്ട് വെക്കുന്ന സംവിധാനങ്ങൾക്ക് കാത്തിരിക്കാതെ, അവരുടെ ഔദാര്യത്തിന് കാത്തിരിക്കാതെ ഓരോ നാടുകളിലും മഹല്ലുകൾ കേന്ദ്രീകരിച്ചും സംഘടനകൾ കേന്ദ്രീകരിച്ചും ആയിരക്കണക്കിന് സ്കൂളുകളും നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കുവാൻ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സാധിച്ചു. ഈ ഒരു സംവിധാനം ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിലും ജില്ലകളിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും കൊണ്ടുവന്നാൽ വളരെ വ്യാപകമായി അവരുടെ ഇടയിലുള്ള ഈ പറയപ്പെടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും മാറ്റിത്തീർക്കുവാൻ കഴിയുമെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 1970-കളിൽ മലബാറിൽ നിന്ന് ഗൾഫിലേക്കുണ്ടായ കുടിയേറ്റവും ആ കുടിയേറ്റത്തിന് ശേഷം സർവ്വവ്യാപകമായി നമുക്കുണ്ടായ സാമ്പത്തിക അഭിവൃദ്ധിയും അതിവിദഗ്ധമായി നമ്മുടെ സമസ്തയുടെ അലിമീങ്ങളും ഉലമാക്കളുമൊക്കെ നാടുകൾ മുഴുവനും കയറിയിറങ്ങി, കുഗ്രാമങ്ങളിൽ കയറിയിറങ്ങി, മഹല്ലുകളിലെ കാരണവന്മാരെ ഒരുമിച്ച് കൂട്ടിയിരുത്തി അവർക്കിടയിൽ വളരെ മനോഹരമായി സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെയുള്ള സൗധങ്ങളും യതീംഖാനകളുമൊക്കെ പടുത്തുയർത്തിയപ്പോൾ നമുക്ക് നമ്മുടെ നാടുകളിൽ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചു. എന്നാൽ നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ബ്രാഹ്മണന്മാർ 52% ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. ഹിന്ദു സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾ 37% ഉന്നത വിദ്യാഭ്യാസം നേടിയപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെ കണക്ക് പരിശോധിച്ചാൽ കേവലം 5% താഴെ മാത്രമാണ് എന്ന ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. രാത്രിരാമാനം സ്റ്റേജുകളിൽ കയറി നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മൾ നേടിയിട്ടുള്ള വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരുപാട് കണക്കുകൾ പറയും, അവിടെയുള്ള കോഴ്സുകളുടെ എണ്ണം പറയും, അവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ കണക്ക് പറയും. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് പോലും ഒരുപാട് കോളേജുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ രൂപീകരിക്കപ്പെട്ടു, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുകയുണ്ടായി. ആ സ്ഥാപനങ്ങളിലൊക്കെ കൺവെൻഷണൽ കോഴ്സുകൾ മാറ്റിവെച്ച് ആധുനിക ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഒന്നുപോലും അനുവദിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോയി എന്നത് സത്യം പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്റെ ഈ പറയപ്പെടുന്ന നേട്ടങ്ങൾ മുഴുവനും തകർന്നു പോകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ കോളേജുകളും പോയി നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 135ഓളം അഫിലിയേറ്റഡ് കോളേജുകൾ സെൽഫ് ഫൈനാൻസിംഗിലും എയ്ഡഡിലും ഗവൺമെന്റ് തലത്തിലുമായി മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുന്നത് കേരളത്തിലെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനാണ്. എന്നാൽ ഈ പറയപ്പെടുന്ന 135ഓളം
സ്ഥാപനങ്ങളിൽ, കോളേജുകളിൽ, ഡിഗ്രി PG കോളേജുകളിൽ, ഈ പറയപ്പെടുന്ന കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഒന്നുപോലും അനുവദിക്കപ്പെട്ടിട്ടില്ല പുതിയതായിട്ട് എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ വളർന്നു വരുന്ന തലമുറ ഒരുപാട് പഴയ കാലത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങുന്ന കോഴ്സുകൾ പഠിച്ച് ഒരു ജോലിയും കിട്ടാതെ തെരുവുകൾ അലഞ്ഞു നടക്കേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടായി പോകും. അതുകൊണ്ട് ന്യൂനപക്ഷ ശാക്തീകരണത്തിന് വേണ്ടി ആത്മാർത്ഥമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെങ്കിൽ ഇനി അനുവദിക്കപ്പെടുന്ന സ്ഥാപനങ്ങളിൽ പുതിയ പുതിയ കോഴ്സുകൾ അനുവദിക്കുകയും നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും നല്ല മാർക്ക് വാങ്ങി +2 പഠിപ്പിച്ച് വിജയിപ്പിച്ചതിനു ശേഷം അവരങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നാളത്തെ തലമുറ, ഇന്നത്തെ തലമുറയിലെ രാഷ്ട്രീയ മത നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയുണ്ടാകുമെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സംവിധാനങ്ങൾ, നമ്മൾ ഉണ്ടാക്കുന്ന കോഴ്സുകൾ അനുവദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അതുപോലെ രാജ്യത്ത് മറ്റ് ന്യൂനപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗമനത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റിയാണ്. നമ്മുടെ ഈ സമൂഹം ഇവിടെയുള്ള റോഡുകൾ, അതുപോലെയുള്ള സംവിധാനങ്ങൾ, പാലങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള ജലസേചന സൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഈ വിഷയങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരുമിച്ച് നിന്നൊരു പോരാട്ടം നടത്തിയപ്പോൾ നമുക്കൊരുപാട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയെക്കുറിച്ച് വളരെ വ്യക്തമായ പഠനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പുരോഗമനത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റുകളെക്കുറിച്ച് പഞ്ചാബ് നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ പ്രഗത്ഭനായ ഒരു പ്രൊഫസറാണ് രാകേഷ് ബസന്ത്. അദ്ദേഹം നടത്തിയ റിസർച്ചിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുസ്ലിം സമൂഹം ഇന്ത്യ രാജ്യത്ത് പ്രാധാന്യം കൊടുത്താൽ മാത്രമേ അവർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയൂവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ 3 കാര്യങ്ങൾ, ഒന്നാമത്തത് ജുഡീഷ്യറിയാണ്, രണ്ടാമത്തത് സിവിൽ സർവീസാണ്, മൂന്നാമത്തത് മീഡിയയാണ്. ഈ 3 മേഖലകളിലും മുസ്ലിം സമൂഹത്തിന്റെ സാന്നിധ്യം വളരെ കുറവാണ്. ഇവരാണ് രാജ്യത്തിന്റെ നിയമങ്ങൾ നിർവചിക്കുന്നത് ജുഡീഷ്യറിയാണ്, നീതി നടപ്പിലാക്കുന്ന ജുഡീഷ്യറിയാണ്. ആ ജുഡീഷ്യറിയിൽ അർഹമായ പ്രാതിനിധ്യം നൽകപ്പെടാതെ മുസ്ലിം സമൂഹം മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? സത്യത്തിൽ നിയമമെന്ന് പറയുന്നത് ഏത് രീതിയിലും മണച്ചൊടിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ അതിവിദഗ്ധമായി മുസ്ലിം സമൂഹത്തിനെതിരെ പലരും ഉപയോഗപ്പെടുത്തിയെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാലാകാലങ്ങളിൽ അതൃപ്തികരമായ പല നിയമങ്ങളും അതിർത്തിപരമായ പല വിധികളും നീതിപീഠത്തിന്റെ ഉന്നതങ്ങളിൽ നിന്ന് വളരെ ദുഃഖകരമായ രീതിയിൽ നമുക്ക് കേൾക്കേണ്ടി വന്നത് സത്യവും നീതിയും മുറുകെ പിടിച്ചുകൊണ്ട് നീതി നിർവഹണം നടത്താൻ കഴിയുന്ന ന്യായാധിപന്മാരുടെ അഭാവം നീതിപീഠങ്ങളിൽ ഇല്ലാതെ പോയതിന്റെ ദുരന്തമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്. രണ്ടാമതായി, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനമായി മുസ്ലിം സമൂഹം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത സിവിൽ സർവീസ് മേഖലയാണ്. രാജ്യത്ത് നിയമങ്ങൾ വളരെ വ്യക്തമായി നിർവചിച്ച് മുന്നോട്ട് കൊടുത്ത് ആ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തം നൽകപ്പെടുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. IAS-കാരും IPS-കാരും IFS-കാരും ഒക്കെ നിർവഹിക്കുന്ന ആ ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ സത്യസന്ധതയും മതബോധവും ദീനി ചിട്ടയുമുള്ള യുവാക്കൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് കടന്നുവന്ന് ആ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിൽ കയറിയിരുന്നില്ല എങ്കിൽ നാളെയും കലാപങ്ങൾ ആടിത്തിമർക്കുമ്പോൾ, പാവപ്പെട്ട മുസൽമാനെ കൊന്നെടുക്കുമ്പോൾ, രാജ്യത്ത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകപ്പെടാതിരിക്കുമ്പോൾ അത് തിരുത്തി കുറയ്ക്കുവാൻ സമരങ്ങളും മുദ്രാവാക്യങ്ങളും കേരള യാത്രകളും മാത്രം നടത്തുവാൻ നാം ഇനിയും വിധിക്കപ്പെടേണ്ടി വരും. മറിച്ച് നിയമങ്ങൾ നിർവചിക്കുവാനും നടപ്പിലാക്കുവാനും ഇംപ്ലിമെന്റ് ചെയ്യുവാനും പോളിസികൾ തീരുമാനിക്കുവാനും കഴിയുന്ന രീതിയിൽ രാജ്യത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുവാൻ മതബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹം ഇനിയെങ്കിലും മുന്നോട്ട് വരണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. IAS-കാരും IPS-കാരുമായി അങ്ങനെ ഒരു സമൂഹം വളർന്നു വന്നാൽ സമരങ്ങൾ നടത്തേണ്ടി വരില്ല, മുദ്രാവാക്യങ്ങൾ വിളിക്കേണ്ടി വരില്ല, യാത്രകൾ നടത്തി കോടികൾ നമ്മൾ ചെലവാക്കേണ്ടി വരില്ല. ഈ സമ്മേളനങ്ങൾ കൊണ്ട് നേടുന്നതിനേക്കാൾ വലിയ ഉപകാരങ്ങൾ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ കമ്മ്യൂണിറ്റിയുടെ എംപവർമെന്റിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന തിരിച്ചറിവ് നമുക്കിനിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇമ്പമുള്ള മുദ്രാവാക്യങ്ങൾ മുടക്കാൻ നമുക്ക് സാധിക്കും, പ്രസ്താവനകൾ ഇറക്കാൻ കഴിയും. പക്ഷെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ
ദാറുൽ ഹുദാ പോലത്തെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ അതിനു വേണ്ടി കൂടി മുന്നോട്ട് വരണമെന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ മൂന്നാമത്തെ മേഖല മീഡിയയാണ്. മീഡിയ രാജ്യത്ത് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥകൾ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം വളരെ വ്യക്തമായി പാർഷ്വാലിറ്റി കാണിച്ചുകൊണ്ട് പക്ഷപാതമായ രീതിയിൽ മീഡിയകൾ കൈകാര്യം ചെയ്യുമ്പോൾ രാജ്യത്ത് പലപ്പോഴും ഭരണനിർവഹണം നടത്തുന്ന പോളിസികൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതിന്റെ സ്വാധീനമുണ്ടാകുന്നു. ജുഡീഷ്യറിക്ക് സ്വാധീനമുണ്ടാകുന്നു, നിയമനിർമ്മാണം നടത്തുന്നവർക്ക് സ്വാധീനമുണ്ടാകുന്നു, സിവിൽ സർവീസിനെ സ്വാധീനിക്കുന്നു, അതുപോലെ ലെജിസ്ലേറ്റീവിനെ സ്വാധീനിക്കുന്നു. മീഡിയക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ആധുനിക സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. ഇൻഫോർമേഷൻ ടെക്നോളജി അതിവിശാലമായി വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിവിദഗ്ധമായി സത്യസന്ധമായി കാണുന്നത് മുഴുവനും വിളിച്ചു പറയുവാനും വിളിച്ചു പറയാൻ പാടില്ലാത്തതിനെ വിളിച്ചു പറയാതിരിക്കുവാനും കഴിയുന്ന മീഡിയയിൽ കരുത്തുറ്റ സാന്നിധ്യമായി നമുക്ക് വളർന്നു വരാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. വളരെയധികം പ്രാഥമികമായ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വലിയ പുരോഗതി കൈവരിക്കാൻ മലബാറിലെ മാപ്പിളമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല ഒരു ന്യായാധിപനെ സൃഷ്ടിക്കുവാൻ, നല്ല ഒരു അഡ്വക്കേറ്റിനെ സൃഷ്ടിക്കുവാൻ, നല്ല ഒരു മീഡിയ ജേർണലിസ്റ്റിനെ സൃഷ്ടിക്കുവാൻ, നല്ല ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു സയന്റിസ്റ്റിനെ സൃഷ്ടിക്കുവാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വളരെ അപൂർവമായി മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ എന്നത് ചിന്തിക്കുവാൻ നാം മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ റിസർച്ച് ടോപ്പിക്കായി നമ്മൾ മനസ്സിലാക്കണം. പ്രാഥമികമായ വിദ്യാഭ്യാസം സർവർക്ക് നൽകപ്പെട്ടു, ഇന്റേണൽ സെക്യൂരിറ്റി നൽകപ്പെട്ടു, അത് വ്യവസ്ഥാപിതമായി ഉപയോഗപ്പെടുത്തി രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഇനിയും സജീവമായി സാന്നിധ്യമായി നമുക്ക് മാറാൻ കഴിയണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് വരണം. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ന്യൂനപക്ഷ ശാക്തീകരണത്തിന് വേണ്ടി രാഷ്ട്രീയ സമരങ്ങൾ നടത്തുന്നതിനേക്കാളൊക്കെ വലിയ സേവനങ്ങളാണ് ദാറുൽ ഹുദാ പോലത്തെ സ്ഥാപനങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ ഈ കാണുന്ന എല്ലാ ഉത്ബുദ്ധതയും പ്രബുദ്ധതയും ഒക്കെ സത്യത്തിൽ പറഞ്ഞാൽ മതനേതൃത്വത്തിന്റെ പങ്ക് കൂടിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സാമുദായിക രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ കൂടി അവർക്ക് നല്ല ഒരു ജനപിന്തുണ ഒരുക്കി കൊടുക്കുവാൻ കേരളത്തിൽ സാധിച്ചത് ഇവിടുത്തെ പാണക്കാട് സാദാത്തുമാരും ബാപ്പത്തി തങ്ങളെ പോലെയുള്ള നേതാക്കന്മാരും ആ പാർട്ടിക്കും ആ സംഘടനക്കുമൊക്കെ അതിശക്തമായ പിന്തുണ കൊടുത്ത് ജനകീയമായ ഒരു പ്രസ്ഥാനമാക്കിയപ്പോഴാണ്. എന്നാൽ ആ പ്രസ്ഥാനത്തെ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും നല്ലൊരു ശക്തിയായിട്ട് അവർക്കിന്ന് നിയമസഭകളിലും പാർലമെന്റിലുമൊക്കെ ഉച്ചത്തോടുകൂടി ശബ്ദിക്കുവാനും കഴിയുന്നത് മതനേതൃത്വം അതിവിദഗ്ധമായി ജനങ്ങളെ ഉത്ബുദ്ധമാക്കി മതബോധമുള്ളവരാക്കി നിർത്തിയത് കൊണ്ടാണ്. ഈ ഒരു സംവിധാനം ഏറ്റവും കൂടുതൽ ഫലവത്താകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന ആന്ധ്രയിലെയും ബംഗാളിലെയും ആസാമിലെയും ഒക്കെ തെരുവുകളിൽ കടന്നു ചെന്ന് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ അധികാരങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ സമരം ചെയ്യുന്നതിന് മുമ്പ് അവരെ മതം പഠിപ്പിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആ സ്ഥാപനങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന തലമുറ അവരുടെ നേതൃത്വം ഏറ്റെടുത്ത് രാഷ്ട്രീയമായി സംഘടിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കും പുനർനിർമ്മാണ പ്രക്രിയക്കും നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് ദാറുൽ ഹുദാ ആന്ധ്രയിൽ പോയത്, ദാറുൽ ഹുദാ ബംഗാളിൽ പോയത്, ദാറുൽ ഹുദാ ആസാമിൽ പോയത്. അങ്ങനെ സമൂഹത്തിന്റെ അവിടെയൊക്കെയുള്ള അജ്ഞതയും അരാജകത്വവും ഒക്കെ മാറ്റിത്തീർത്ത് ജനങ്ങളെ ഉത്ബുദ്ധരാക്കി നാട്ടുപ്രമാണിമാരുടെയും ഗ്രാമമുഖ്യന്മാരുടെയും ചുട്ടൂരങ്ങൾക്ക് വഴങ്ങി വോട്ട് ചെയ്യുന്ന പ്രണവ് അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യം ശുദ്ധബോധമുണ്ടാക്കണം. അത് മുസ്ലിമിന്റെ ശുദ്ധബോധമാണ്, അത് ഇന്ത്യക്കാരനെന്ന ശുദ്ധബോധമാണ്. ഈ രണ്ട് ശുദ്ധബോധവും അവർക്കുണ്ടാക്കി കൊടുക്കുവാൻ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് ദാറുൽ ഹുദയെ പോലെയുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സേവനങ്ങളും നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായങ്ങളും ഞങ്ങളുടെ കൂടെ ഹൃദയം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഉണ്ടായിരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും ന്യൂനപക്ഷം എന്നത് ഒരു ലേബലായി ഒട്ടിച്ച് അത് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു വായുധമാക്കി മാറ്റുവാതെ നമ്മളൊക്കെ അത്തരം ചിന്താഗതികളെ കൂടി മാറ്റിവെച്ച് എല്ലാ അർത്ഥത്തിലും ക്രിയാത്മകമായി മുന്നോട്ട് വന്ന് വിദ്യാഭ്യാസം നേടി സമൂഹത്തിൽ ചാരിറ്റബിൾ വർക്ക്സ് നടത്തി നല്ല ഒരു തലമുറയായി വളർന്നു വരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ സ്ഥാപനത്തിന് ഇതിന് നേതൃത്വം കൊടുത്ത മഹാരയന്മാർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.